എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷാൻ ലിവിയുടെ സംവിധാനത്തിൽ വന്ന ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡെഡ്പൂൾ മാർവൽ ടീമിൻ്റെ കൂടെ ചേരണമെന്നും അവനൊരു സൂപ്പർ ഹീറോ സ്ഥാനത്തേക്ക് മാറണം എന്നുമുള്ള ഒരു ആഗ്രഹം വരുന്നു. അങ്ങനെ പോയി മാർവൽ ഓഫീസിൽ വന്നിട്ട് ഞാനും മാർവൽ ടീമിൻ്റെ കൂടെ ചേരണം, ഞാനും ഒരു സൂപ്പർ ഹീറോ ആവണമെന്ന് പറയുന്നത് മാർവൽ ഓഫീസിൽ നിന്ന് അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് നിനക്കതിനുള്ള കഴിവൊന്നുമില്ല, മാർവൽ അവഞ്ചർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡെഡ്പൂളിനെ അവിടുന്ന് റിജക്റ്റ് ചെയ്യും. അവിടുന്ന് റിജക്റ്റ് ചെയ്ത് ഡെഡ്പൂളിനെ വളരെ സങ്കടത്തോടെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ TVA ഡെഡ്പൂളിനെ പൊക്കിയിട്ട് പോയിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അസൈൻമെൻറ്റ് കൊടുത്തിട്ട് പറയും, ഈ അസൈൻമെൻറ്റ് നീ സക്സസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കും മാർവൽ ടീമിൽ സ്ഥലം കിട്ടും, നീ ഒരു സൂപ്പർ ഹീറോ ആവാം എന്ന് പറയും. അപ്പോൾ സന്തോഷത്തോടെ ഡെഡ്പൂൾ പറയും, ഓക്കെ എന്നാൽ ഞാനത് ചെയ്യാം എന്ന് പറയും. അത് ആ അസൈൻമെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും വാങ്ങിയിട്ട് അതിലേക്ക് പോകാൻ നേരത്താണ് തോന്നുന്നത്, അയ്യോ ഇത് ഞാൻ തനിച്ച് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ, നമുക്ക് കൂടെ ഒരാളും കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനാണ് നമ്മുടെ വൂൾവറിനെ തിരഞ്ഞെടുക്കുക. ഈ വൂൾവറിൻ വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് വൂൾവറിൻ സീനിൽ വന്ന് ലോഗൻ മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ വൂൾവറിൻ വരുന്നത് വന്നിട്ട് വേറൊരു ടൈം ലൈനിൽ നിന്നാണ്. പിന്നെ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഇവരുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ രക്ഷിക്കുക. അതേ തന്നെയാണ് ഈ സിനിമയിലും. ഇവർ രണ്ടുപേരും ചേർന്ന് ലോകത്തെ രക്ഷിച്ചോ ഇല്ലയോ എന്നതാണ് കഥ. സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ലോകത്തെ രക്ഷിക്കലാണ് ഇവരുടെ പരിപാടി. ഇപ്പോൾ ഇത് 1,00,000 സിനിമ, സെയിം സൂപ്പർ ഹീറോസിന് എല്ലാത്തിനും അതിലൊരേ ജോലിയാണ് ലോകത്തെ രക്ഷിക്കൽ. ഇത് 1,01,ാമത്തെ സിനിമ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൂപ്പർ ഹീറോകൾ ചേർന്ന് അവർ ലോകത്തെ രക്ഷിച്ചോ ഇല്ലയോ എന്നതാണ് കഥ. ഈ മാർവൽ സിനിമയിലെ ക്യാരക്ടറുകളിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഡെഡ്പൂള്. കാരണം അതിനൊരു ബൗണ്ടറി ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കോമിക്സ് ബുക്കിൽ തന്നെ അത് പറയുന്ന ഡയലോഗിൽ തന്നെ അത് കൈ ചൂണ്ടി കാണിച്ച് വീണ്ടും ഒരു എന്താ പറയുക കൗണ്ടർ ഡയലോഗ് അടിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് സിനിമയിലും. സിനിമയിൽ വന്ന് ഏകദേശം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ ഡയറക്ടറിനെ കളിയാക്കും, അതേപോലെ അതിൻ്റെ പ്രൊഡ്യൂസറിനെ കളിയാക്കും, ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന കഥാനായകനെ കളിയാക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇത്ര ലോ ബഡ്ജറ്റിലൊക്കെ സിനിമ എടുത്താൽ ഞാൻ എങ്ങനെയാടാ ഹീറോ ആവുക എന്നുള്ള രീതിയിലൊക്കെ ഡയലോഗ് വരും. ഞാൻ കണ്ടത് വന്നിട്ട് തമിഴ് ഡബ്ഡാണ്. അതിൽ വന്നിട്ട് എന്താ പറയുക, ആ ക്യാരക്ടർ ഡെഡ്പൂൾ ക്യാരക്ടറിനുള്ള ഫ്രീഡം ഫുള്ളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ചുരുളിയുടെ 2ാം ഭാഗം എന്ന് പറയാം, അത്രത്തോളം ബാഡ് വേർഡ്സുകൾ അവർ നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുട്ടികളൊന്നും ആയി പോയിരുന്ന് കാണാൻ പറ്റത്തില്ല, കാരണം ഇത് അഡൽട്സ് ഓൺലി സിനിമയാണ്. വൂൾവറിൻ്റെ ക്യാരക്ടർ കാണിച്ചിരിക്കുന്ന വൂൾവറിൻ വന്നിട്ട് ലാസ്റ്റ് മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിൽ വരുന്ന വൂൾവറിൻ വന്നിട്ട് വേറൊരു ടൈം ലൈനിൽ നിന്ന് വരുന്നതാണ്. വൂൾവറിനായിട്ട് വൂൾവറിന് വലിയ റോളൊന്നുമില്ല. നമ്മൾ സിനിമ കാണുമ്പോൾ വന്നിട്ട് നമ്മൾ ഡെഡ്പൂളും വൂൾവറിനും വരുമ്പോൾ നമ്മൾ ഡെഡ്പൂളിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതേപോലെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും നമ്മൾ ഡെഡ്പൂളിനെ മാത്രമേ നോക്കുന്നുള്ളൂ അധികമായിട്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു പടത്തിൽ വില്ലൻ്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ്. അത് ഈ സിനിമയിൽ വന്നിട്ട് വില്ലൻ്റെ ക്യാരക്ടർ അത്ര പോരാ. പിന്നെ ഒരു സിനിമ ഒരു സ്ട്രെയിറ്റ് ലൈനിലില്ല. അതിൽ ഡെഡ്പൂളിനൊരു കഥ, വൂൾവറിനൊരു കഥ, പിന്നെ ഇടയിൽ ഡെഡ്പൂൾ പോയിട്ട് MCUവിൽ ചേരുന്നൊരു കഥ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് അവരതിനെ എന്താ പറയുക മിക്സാക്കി വിട്ട് നമുക്ക് തന്നെ കൺഫ്യൂസ് ആകുന്ന രീതിയിൽ കുറേ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സിനിമ ബോറടിക്കുമ്പോൾ ഇടയിൽ വരുന്ന മാർവൽ ക്യാരക്ടറുകൾ അതവർ യൂസ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാ സിനിമയിലെയും പോലെ. അപ്പം നമ്മുടെ കുറുക്കന്മാരൊക്കെ തിയേറ്ററിലിരുന്ന് കൂവുന്നുണ്ട്. നമ്മുടെ ബ്ലേഡിൽ വരുന്ന വെൽസി സ്നീപ്സ് എന്നാണ് തോന്നുന്നു നല്ല പേര്, വരുന്നുണ്ട്. ആളും വളരെ പരിതാപരാവസ്ഥയിലാണ്, പ്രായമായി, എന്താ പറയുക കഞ്ഞി കുടിക്കാത്തൊരു രീതിയിൽ വരുന്നുണ്ട്. വലിയ റോളൊന്നുമില്ല. അതൊക്കെ നമുക്ക് എന്താ പറയുക ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ മാർവൽ മാർവലിൻ്റെ വേറൊരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ഇതിൽ അത് വരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഫൈറ്റ് സീൻസുകൾ ഒന്നും തരക്കേടില്ല. ആദ്യത്തെ ഒരു ഫൈറ്റ് സീന്, പിന്നെ രണ്ടാമത്തെ അതായത് വൂൾവറിനും ഡെഡ്പൂളും ചേർന്നിട്ടുള്ള ഒരു ഫൈറ്റ് സീന്,
പിന്നെ ഡെഡ്പൂളിൻ്റെ കുറേ ക്ലോണുകളും ചേർന്നിട്ടുള്ളൊരു ഫൈറ്റ്, അതൊക്കെ നന്നായിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസും നന്നായിട്ടുണ്ട്. അതേപോലെ കോമഡി എന്ന് പറയുമ്പോൾ വാണർ ബ്രദേഴ്സിനെ ഒക്കെ എന്താ പറയുക, വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടിരിക്കുന്ന അതിൻ്റെ പൊട്ടിപ്പോയ ശിലാംശങ്ങൾ കാണിക്കുന്ന സീൻ, അതിൽ അടിക്കുന്ന ഡയലോഗ്സ്, അതൊക്കെ നല്ല കോമഡി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. എന്താ പറയുക, ടി വി എന്ന ടൈം ലൈനിൽ കയറി ഇവരെന്ത് ചെയ്യുന്നു, എന്നിട്ട് ലോകത്തെ രക്ഷിച്ചോ ഇല്ലയോ എന്നാണ് ആ കഥ. എപ്പോഴും പോലെ സൂപ്പർ ഹീറോകൾക്ക് എന്താ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് പോകുന്നു. വേറെ മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം വേർഡ്സ് തന്നെ. കുട്ടികളായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുമോ, അതുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽസ് ഓൺലി പടമാണ്. പിന്നെ തനിച്ചിരുന്ന് പോയി കാണണം. അതിനു മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഡെഡ്പൂളിൻ്റെ 1, 2 പോയി കാണുക. കണ്ടതിന് ശേഷം ഇത് കാണുക. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു അലൈൻമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ താങ്ക് യു.